ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങൾ വയനാട്ടിലേക്ക് ഒരു ടൂറ് പോയതാണ്. ഞങ്ങള് പോയി തിരിച്ചു വരുന്ന വഴിയായിരുന്നു. അപ്പൊ അടിപൊളി ഒരു സ്പോട്ട് കണ്ടു ഫ്രണ്ട്സ്. എന്ത് രസമാണ്, ഒരു തേയിലത്തോട്ടാണ് ഫ്രണ്ട്സ്. ഇവിടെ അടിപൊളി ഇതാണ് സ്ഥലം. ഇവിടെ ഇതൊക്കെ ഫുള്ള് തേയിലകളാണ് ഫ്രണ്ട്സ്. ഞങ്ങള് രാവിലെ പോയതാണ്. കുറച്ച് വൈകും ഇനി വീട്ടിലേക്ക് എത്താന്. അടിപൊളി സ്പോട്ടാണ് ഫ്രണ്ട്സ്, അടിപൊളി സ്പോട്ട്. ഇവിടെ നല്ല തണുപ്പാണ് ഫ്രണ്ട്സ്. എല്ലാവർക്കും ന്യൂസ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഞങ്ങൾ വീണ്ടും വേറെ സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ വേറെ ഞങ്ങള് കുറച്ചൊന്നു ഇവിടെ വേറെ സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട്. കാണുന്നുണ്ടോന്നറിയില്ല, അവിടെ ഒരു കുളമുണ്ട് ഫ്രണ്ട്സ്. അവിടെ ആൾക്കാർ തുണിയൊക്കെ അലക്കിയിട്ട് ഇവിടെ വിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഇവിടുന്ന് നമ്മൾ നേരത്തെ വന്ന സ്ഥലമൊക്കെ കാണാതിരിക്കും. വലിയ മരങ്ങളൊക്കെ കാണാം. കുറച്ചുകൂടെ വലിയ സ്പോട്ടാണ്, അടിപൊളിയാണ്. അവിടത്തേനേക്കാളും തണുപ്പുണ്ട് ഫ്രണ്ട്സ് ഇവിടോട്ട് വന്നപ്പോഴത്തേനും. ഫ്രണ്ട്സ്, അവിടെ ഒരു മരം കാണുന്നുണ്ട്. ഇങ്ങനത്തെ മരത്തുമ്മയൊക്കെ ഇവര് മറ്റേ കുരുമുളകിന്റെ ചെടികളൊക്കെ കയറ്റി വിടും. എന്നിട്ട് അത് ഫുള്ള് നിറഞ്ഞ് കുഞ്ഞു കുഞ്ഞു കുരുമുളകുകളൊക്കെ ഫുള്ളായിട്ടുണ്ടാവും. ഫ്രണ്ട്സ്, ഞാനൊരു സൂത്രം കാണിച്ചു തരാം. ഞങ്ങളുടെ നാട്ടില് ഈ സാധനത്തിന് ബംബ്ലു നാരങ്ങ എന്ന് പറയും. നിങ്ങളുടെ നാട്ടില് ഇതിനെന്താ പറയുന്നത് കമന്റ് ചെയ്യണം ഫ്രണ്ട്സ്. ഇപ്പൊ ഇതിന്റെ സീസണാണ്, നിറച്ചുണ്ടായിട്ടുണ്ട് ഫ്രണ്ട്സ്. അവിടെ ബട്ടറിന്റെ മരമുണ്ട്, അവക്കാഡോ എന്ന് പറയും. അതിന്റെ മരമുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ അതിന്റെ ഷേക്ക് കുടിക്കായിരുന്നു. അതാണ് അവക്കാഡോന്റെ മരം. 2 എണ്ണം ഉണ്ട് ഇവിടെ. ഇതാ ഫ്രണ്ട്സ്, ഇതില് പച്ച 2-3 കുറെ ഉണ്ട് അതിനകത്ത്. ഇതിന്റെയൊക്കെ സീസൺ ആണ് ഫ്രണ്ട്സ്. കണ്ടോ, ഇതിനകത്ത് ഉണ്ട്, അതൊക്കെ ഉണ്ട്. കാണുന്നുള്ളത് എനിക്ക് പച്ച കളറില്. ഇത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അതിന്റെ ജ്യൂസ് ഷേക്കൊക്കെ കുടിച്ചിട്ടുണ്ട്. കണ്ടോ, അടിപൊളി. അപ്പൊ ഫ്രണ്ട്സ്, ഇവിടെ നല്ല തണുപ്പൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. ഞങ്ങൾ കുറച്ചിങ്ങോട്ട് പോന്നു, അതൊക്കെ കഴിഞ്ഞ് പോന്നു. അത് കണ്ടോ ഫ്രണ്ട്സ്, ഈ തേയിലയൊക്കെ നുള്ളുന്ന ആൾക്കാര് താമസിക്കുന്ന സ്ഥലമാണ്, ലായം എന്ന് പറയും. അവിടെ ആയിട്ട് ഞങ്ങൾക്ക് ഒരു അമ്പലം കാണാം. അമ്പലത്തിന്റെ ഒരു മേൽഭാഗം കാണാൻ പറ്റുന്നുണ്ട്. അവിടെ കുറെ പേരുണ്ട്, കുറെ വീടുകളൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. അതിന് ലായം എന്നാണ് പറയുക. ഈ തേയിലയൊക്കെ നുള്ളുന്ന സ്ഥലത്തിന്റെ പേരാണ് സ്ഥലം നുള്ളുന്ന ആൾക്കാരുടെ പേരാണ് അവർ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ലായം. ഇതാണ് തേയിലച്ചെടി. തേയില കുറേ ഉണ്ട്. ഇതിന്നാണ് ചായപ്പൊടി ഉണ്ടാക്കുന്നത്. ഇതേ ഫ്രണ്ട്സ്. അപ്പോ അവിടെയൊക്കെ മലകളൊക്കെ കുറെ കാണാം. മലകളും കുറെ മരങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ഇവിടുന്ന് കാണാം. കൂടുതലായിട്ടും ഇവിടെ കാണാനുള്ളത് ഈ തേയിലകൾ തന്നെയാണ്. തേയിലത്തോട്ടമാണ് ഇവിടെ കൂടുതലുള്ളത്. ചുരം ഇറങ്ങാൻ തുടങ്ങിയിട്ടില്ല ഫ്രണ്ട്സ് ഇപ്പോഴും. അടിപൊളി സ്പോട്ടാണ്. തണുപ്പ് കൂടുതലുണ്ട്, നല്ല തണുപ്പുണ്ട് ഫ്രണ്ട്സ് ഇവിടെയൊക്കെ.